ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ ചാനൽ കീം ഓൺ ഫയർ. ഇതിപ്പോൾ ആക്ച്വലി 2026 കീം എഴുതിയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഓൾറെഡി കീം എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ട്. കീമിന്റെ റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്നു, കീമിന്റെ മാർക്സ് ഒക്കെ വന്നു. ഇനി നിങ്ങളുടെ +2 മാർക്സും എല്ലാം ഒക്കെ ചേർത്ത് ഇനി റാങ്ക് ലിസ്റ്റ് ഒക്കെ വരാൻ പോകുന്നുണ്ട്. സോ ഇപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ബ്രാഞ്ച് ഞാൻ ചൂസ് ചെയ്യണം? ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്, ഒരുപാട് കോളേജ് ഉണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് ടോപ്പ് റാങ്ക് കിട്ടിയവരെല്ലാവരും ഒരുപക്ഷെ ECE, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ചസ് ഒക്കെ ലെറ്റ് ദം ചൂസ് ഓൾ ദീസ് തിങ്സ്. അങ്ങനെ അല്ലാത്തവര് അല്ലെങ്കിൽ ഇങ്ങനെ കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർ ഏത് എടുക്കണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മൈ സജഷൻ ഈസ് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ബ്രാഞ്ചസ് ഉണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാത്തമാറ്റിക്സ് ഒക്കെ ഒരുപാടുള്ള കമ്പ്യൂട്ടർ സയൻസ് അങ്ങനത്തെ ബ്രാഞ്ചസ് ഉണ്ട്. അധികം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പാസ്സാകാൻ പറ്റുന്ന സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഈവൻ ട്രിപ്പിളി പോലും അതിനകത്തൊക്കെ ഒരുപാട് മാത്തമാറ്റിക്സും ഈ പറയുന്നത് നിങ്ങൾ തന്നെ നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യണം. അതായത് ഞാനൊരു ഉഴപ്പ് ടീമാണോ, ഞാനൊരു ഉഴപ്പിയിട്ടാണോ? പലർക്കും ഉണ്ട്. ചിലപ്പോൾ ചിലർക്ക് നല്ലതായിട്ട് പഠിച്ചു നല്ല റാങ്ക് കിട്ടി. ചിലര് ഉണ്ട് കഷ്ടപ്പെട്ട് പഠിച്ചു ബട്ട് സ്റ്റിൽ അറ്റപ്പറ്റ കിട്ടിയിട്ടാണ് ഇവർക്ക് ഈ ബ്രാഞ്ചസ് ഒക്കെ ഏതെങ്കിലും കോളേജിൽ കിട്ടാൻ പോകുന്നത്. ചിലര് നന്നായി ഉഴപ്പിക്കാണ്, അതായത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി ഉഴപ്പ് എന്നെ കൊണ്ട് കുത്തിയിരുന്ന് പഠിക്കാനൊന്നും പറ്റാതെ സോ ദർ ആർ ടു ടൈപ്സ് ഓഫ് പേഴ്സൺസ്. നല്ലതായിട്ട് പഠിച്ച ഹൈലി ഇന്റലക്ച്വൽ ലെവലിന് ഞാൻ പറയാം, അതിന് ഞാൻ അങ്ങനെ എഴുതാം, നമുക്ക് വേറെ അങ്ങനെ ഹൈ ഐക്യു എന്ന് പറയുന്നില്ല, കുറച്ചുകൂടെ നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് നല്ല റാങ്ക് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു റാങ്ക് കിട്ടി. ചിലര് ഉഴപ്പുക എന്ന് പറഞ്ഞു ഉഴപ്പന്മാരുണ്ട്. ആ ഉഴപ്പന്മാരാണെങ്കിലും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യാൻ മനസ്സുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ അതുപോലെയുള്ള കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന അതാണല്ലോ ഫിസിക്സ്. നമ്മളിപ്പോ പഠിക്കുന്ന നമ്മൾ ഈ +1 +2 പഠിക്കുന്ന സാധനങ്ങളെ ആയിരിക്കത്തില്ല നമ്മൾ ഓരോ ബ്രാഞ്ച് വൈസ് നമ്മൾ എടുത്ത് എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോൾ ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. ആക്ച്വലി ഇപ്പൊ പഠിക്കുന്ന ഫിസിക്സിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് നമ്മൾ അതിലേക്ക് പോകുമ്പോൾ കാണുന്നത്. കാരണം ഈ മാത്സ് കുറച്ച് ബേസിക്സ് ഉണ്ടാവും, മാത്സിന്റെ ബേസിസിൽ നമ്മൾ എന്തൊക്കെ അപ്ലൈ ചെയ്യാം അതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നത്. സോ എഞ്ചിനീയറിംഗ് ഫിസിക്സിന്റെ ഒരു മൂത്ത ചേട്ടനായിട്ടൊക്കെ നമുക്ക് കാണാം ഈ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സിന്. അപ്പൊ അതിൽ ഫിസിക്സും ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, ഈ രണ്ടിനെ കോമ്പിനേഷൻസ് ഉണ്ട്. പിന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ളത് കുറെ കെമിസ്ട്രി ഉണ്ടാവും. സോ ബേസിക്സ് ഒക്കെ നമുക്ക് ഈ ബേസിക്സ് പഠിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഒരു ലെവൽ എന്താണെന്ന് അവനവൻ അറിയാം. അപ്പൊ നോക്കുക, നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളുടെ തലയ്ക്ക് മേലിലേക്കാണ് പോകുന്നതെങ്കിൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു റാങ്ക് കിട്ടുക. നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തിട്ട് ഇതൊന്നും കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ പഠിച്ച് ഒക്കെയാണ് കിട്ടിയതെങ്കിൽ ടോപ്പ് റാങ്ക് കിട്ടിയവരെ അല്ല ഞാൻ പറയുന്നത്. ഒരുമാതിരി ഏത് റാങ്ക് കുറച്ചുകൂടെ താഴെയുള്ള റാങ്ക് കിട്ടിയവർക്ക് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്ന ഒരു ലെവലൊന്നും അല്ലെങ്കിൽ ബെറ്റർ നോട്ട് ടു ഗോ ഫോർ ഇങ്ങനെയുള്ള ബ്രാഞ്ചസ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് നല്ലത് ഇതുപോലെ സിവിൽ, മെക്കാനിക്കൽ ബ്രാഞ്ചസ് ഒക്കെയാണ്. അതിൽ കൂടുതൽ നമുക്ക് കുറെ കൂടെ മാത്തമാറ്റിക്സ് ഉണ്ട് അതിലും, പക്ഷെ അതൊന്നും ഒരുപാട് ഹൈ ഒന്നും അല്ല, നമുക്ക് പാസ്സാവുന്ന ഒരു ലെവലിലുള്ള മാത്തമാറ്റിക്സ് ആണ്. കാരണം ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പാസ്സാവാതെ 4 വർഷം എന്നുള്ള കോഴ്സ് 5, 6, 7, 8 വർഷം ഒക്കെ കിടന്നു. കാരണം ഏറ്റവും കൂടുതൽ പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ സപ്ലി വരുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ, അതായത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെം വരുമല്ലോ, സെക്കൻഡ് സെം, തേർഡ് സെം. ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് തേർഡ് സെമ്മിലൊക്കെ ഇങ്ങോട്ട് സപ്ലി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ ഒന്നും മനസ്സിലാവാതെ കുറെ മാത്തമാറ്റിക്സും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് സപ്ലി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഇത്രയും വർഷം ബാക്കി സബ്ജക്ട്സ് അതിന്റെ പിന്നാലെ വരുമല്ലേ. സോ ഇതെല്ലാം കൂടെ ആകെപ്പാടെ നമ്മൾ അങ്ങ് ബുദ്ധിമുട്ടായിപ്പോൾ. സോ അതുകൊണ്ട് അങ്ങനെയുള്ളവർ, പിന്നെ അഥവാ ഇനി ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എഞ്ചിനീയറിംഗ് ആണ് എടുക്കുന്നത്, എന്ത് ബ്രാഞ്ച് എടുത്തോട്ടെ, ബട്ട് നിങ്ങൾ ഇച്ചിരി ബിലോ ആണ്, നിങ്ങൾക്ക് പെട്ടെന്നൊന്നും എല്ലാം മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് അടിച്ചു പൊളിക്കാനൊന്നും നടക്കാതെ ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് ഇയറിലെയും കമ്പൈൻഡ് ആയിട്ടായിരിക്കും. അതുപോലെ തന്നെ തേർഡ് സെമ്മും വളരെ ശ്രദ്ധിക്കുക. എങ്ങനെയെങ്കിലും ചെല്ലുമ്പോൾ തന്നെ പ്രീവിയസ് ഇയർ വാങ്ങിക്കുക. അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് നമ്മളുടെ സിലബസിലുള്ള കാര്യങ്ങൾ എവിടെന്നെങ്കിലും ഒക്കെ പഠിച്ച് ആ രണ്ട് സെം, അതായത് ഫസ്റ്റ് ഇയറിലെയും തേർഡ് സെമ്മിലെയും എല്ലാ പേപ്പറും ക്ലിയർ ചെയ്യാൻ നോക്കും. ബാക്കിയുള്ളത് നമ്മൾ ഈ ഒരു വീല് പോലെയാണ്, ആ ഒരു ഇതിനകത്ത് നമ്മൾ അങ്ങ് എത്തിപ്പെടും. അപ്പോൾ ഫസ്റ്റ് ഇയറിലെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ആ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര പാടാണ്, ഇതിങ്ങോട്ട് എഴുതിയെടുക്കണ്ടേ, പിന്നെ നമ്മൾ മെന്റലി അങ്ങ് ഡൗൺ ആയിപ്പോ. അതുകൊണ്ട് നിങ്ങളുടെ ഒരു ലെവൽ ഇച്ചിരി താഴെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, നിങ്ങൾ ഉഴപ്പനുമാണ്, അതുപോലെ തന്നെ ഇച്ചിരി ഒന്നും ഉഴപ്പ് കേസുള്ളവർ അധികം ഉഴപ്പൊന്നും ഉഴപ്പാതെ ആ ഫസ്റ്റ് ഇയർ എങ്ങനെയെങ്കിലും ക്ലിയർ ആക്കാൻ ശ്രമിക്കുക. ദാറ്റ് ഈസ് മൈ അഡ്വൈസ്. ബിക്കോസ് ഫസ്റ്റ് ഇയറിൽ ആണ് എല്ലാ കുട്ടികൾക്കും പ്രശ്നമുള്ളത്. ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട്, ഇതൊന്നും നമ്മുടെ തലയിൽ കയറുന്നില്ല. പിന്നെ നമ്മൾ ആദ്യം ഈ ബ്രാഞ്ച് ആ ബ്രാഞ്ച്, പിന്നെ നമുക്ക് പുതിയൊരു സ്ഥലം, ചിലർക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിന്റെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഹോസ്റ്റൽ ഫുഡ്, ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് വരാൻ. ഞങ്ങൾ വീട്ടിൽ നിന്ന് പോയി വരുന്ന പോലെ അല്ലല്ലോ.
നമ്മളെ പിന്നെ ചിലർക്ക് റാഗിങ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പോലും എല്ലാവർക്കും പേടിയുണ്ടാവും. സോ അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഈ ഫസ്റ്റ് ഇയറിൽ, ഇത് എല്ലാം കൂടെ വരുന്ന ഫസ്റ്റ് ഇയറിലാണ്. അപ്പൊ അതുകൊണ്ട് ആ സാധനം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. പിന്നെ ഒന്ന് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത്, നിങ്ങളെ സെഷനൽസ്, നമുക്ക് ഇതിനകത്ത് നമ്മളെ സ്കൂളിലെ മാതിരിയല്ല, നമുക്ക് സെഷനൽസ് ഉണ്ട്. അതായത് നമ്മൾ അസൈൻമെന്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരു മാർക്ക് ഉണ്ടാവും, നമ്മുടെ ഇന്റേണൽ അസസ്മെന്റിന് ഒരു മാർക്ക് ഉണ്ടാവും. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ഫൈനൽ വരുന്നത്. അപ്പൊ ഇന്റേണൽ അസൈൻമെന്റിന് ദയവ് ചെയ്ത് ഒരു ടീച്ചേഴ്സിനെ പ്രൊവോക്ക് ചെയ്യാതിരിക്കുക. അവരാണ് നമുക്ക് ഇന്റേണൽ അസസ്മെന്റ് മാർക്ക് തരുന്നത്. സോ അതുകൊണ്ട് നമ്മൾ അവരുടെ ഒരു പെറ്റ് ബോയ് ആയിട്ട്, പെറ്റ് ഗേൾ ആയിട്ട്, അങ്ങനെ വലിയ സൂചിപ്പിക്കണമെന്നൊന്നുമല്ല, പക്ഷെ മനഃപൂർവ്വം പോയി അവരെ ഹരാസ് ചെയ്യാനോ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് പോയി അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നന്നായി പഠിക്കുന്ന നല്ല ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ നല്ല മാർക്ക് വാങ്ങിച്ച്, അല്ലെങ്കിൽ അവിടുത്തെ ബോർഡ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങിച്ച് കിട്ടും, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാമിന് നല്ല മാർക്ക് വാങ്ങിച്ച് കിട്ടുമെന്ന് ഉറപ്പുള്ളവർ മാത്രം അങ്ങനെയൊക്കെ പോകും. അങ്ങനെ അല്ലാതെ അറ്റപ്പറ്റ കിടക്കുന്നവരാരും ഈ പരിപാടിക്കൊന്നും പോകാതിരിക്കുക. മാക്സിമം അസൈൻമെന്റ്സിന് എല്ലാം നന്നായിട്ട് എഴുതി സമയത്ത് തന്നെ സബ്മിറ്റ് ചെയ്ത് മാക്സിമം മാർക്ക് ഇന്റേണൽ അസസ്മെന്റും വാങ്ങാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഇച്ചിരി മാർക്ക് മറ്റേതിൽ കുറച്ച് കുറഞ്ഞു പോയാലും നമ്മൾ രക്ഷപ്പെട്ടു പോകും. പിന്നെ ഇതിനങ്ങ് ടോപ്പ് മാർക്ക് ഇതിലൊക്കെ ചെയ്യുന്ന പോലെ ടോപ്പ് റാങ്കോ അങ്ങനെയൊന്നും ആവശ്യമില്ല. നമ്മളൊരു മിനിമം മീഡിയം ലെവലിലൊക്കെ അങ്ങ് പോയാൽ മതി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലത് തന്നെ, ബട്ട് കിട്ടിയില്ലെങ്കിലും യു ഡോണ്ട് ഗെറ്റ് വറീഡ്. അങ്ങനെ എന്താ പറയുക, ഫുൾ A+ അല്ലെങ്കിൽ 90% എബോ 80% അങ്ങനെയൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നമ്മൾ പാസ്സാകുവാണെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു 60 എബോ കിട്ടാറുണ്ട്. സോ അതുകൊണ്ട് ഈ അറ്റപ്പറ്റ പഠിക്കുന്നവരും അത്യാവശ്യമൊക്കെ പഠിക്കും, നിങ്ങൾ എഞ്ചിനീയറിംഗ് തന്നെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റാവുന്ന കാര്യം തന്നെയാണ്. ബട്ട് അവിടെ കിടന്ന് വലിയ അടിച്ചു പൊളിക്കാനും ഉഴപ്പാനും ഒന്നും നിൽക്കാതെ ഈ പറഞ്ഞ കുറച്ച് സബ്ജക്ട്സ് ഉണ്ട്, മാത്തമാറ്റിക്സും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഫിസിക്സ്, എഞ്ചിനീയറിംഗ് കെമിസ്ട്രി, ഇതൊക്കെ കുറച്ച് സബ്ജക്ട്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നന്നായിട്ട് പഠിക്കണം. എങ്ങനെയെങ്കിലും നമ്മൾ തന്നെ ഇപ്പം നിങ്ങൾ ഏത് എടുക്കാൻ പോകുന്നത് ബെറ്റർ, എന്റെ അഭിപ്രായത്തിൽ വലിയായിട്ടൊന്നും പഠിക്കാത്തവർ, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഒന്നും വലിയ നമ്മുടെ തലയിൽ അത്ര ഇത് കയറുന്നില്ല എന്നൊക്കെ തോന്നുന്നവർ, ഇൻഡെപ്ത് ആയിട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ ബെറ്റർ ടു ടേക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കുക, അങ്ങനെയുള്ള ഫീൽഡിലേക്ക് പോവാം. അല്ലാത്തവരും ഇപ്പം ഈ IT ഫേം, നമ്മളിപ്പോൾ CS ഒക്കെ എടുത്ത് കുറെയൊക്കെ പല കോളേജസിലും കണ്ടുവരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രൈവറ്റ് കോളേജിലൊക്കെ ടീച്ചേഴ്സിന്റെ അഭാവം കാണും, ഗസ്റ്റ് ലെക്ചേഴ്സ് ഒക്കെ ആവും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ ഗവൺമെന്റ് കോളേജിൽ തന്നെയും ഇതെല്ലാം ഒന്നും നമ്മളിപ്പോ നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ എല്ലാം ഒന്നും സ്പൂൺ ഫീഡ് ചെയ്ത് തരത്തൊന്നുമില്ല. നിങ്ങൾ ആദ്യം നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ അതിന്റെ സിലബസ് നോക്കുക, അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുക. ഇത് രണ്ടും നിങ്ങൾ എന്തായാലും എടുക്കുക. എന്നിട്ട് എന്തൊക്കെയാണ് വരുന്നത്, സിലബസിനകത്തുള്ള സാധനങ്ങൾ, ഏതൊക്കെ ബുക്സ് ആണ്, ടീച്ചേഴ്സ് നമുക്ക് പറഞ്ഞു തരും ഇന്ന ബുക്സ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സീനിയേഴ്സിനോട് ചോദിക്കാം. സോ ബെറ്റർ ഓപ്ഷൻ ഈസ് നിങ്ങൾക്ക് ആരെങ്കിലും കണ്ടുപിടിക്കുക, ഒന്നോ രണ്ടോ നല്ലതായിട്ട് പഠിക്കുന്ന സീനിയേഴ്സ്, അല്ലെങ്കിൽ ജോലി കിട്ടിയ സീനിയേഴ്സ്, അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ബന്ധുക്കൾ, ഇതിൽ ഏതെങ്കിലുമൊക്കെ ബ്രാഞ്ച് പഠിക്കുന്നത്. അപ്പൊ നമ്മളുടെ തന്നെ കസിൻസോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയാം അവന്റെ ലെവൽ എത്രയായിരുന്നു, അവന് ഇത് കിട്ടിയിട്ട് അവന് 4 വർഷം കൊണ്ട് പാസ്സായോ, അവന് ജോലി കിട്ടിയോ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടേതായ ലെവലിൽ നിങ്ങളും ഒന്ന് അന്വേഷിക്കുക. അതേപോലെ തന്നെ ബാക്കിയുള്ള ഇൻഫർമേഷൻസ് യു വിൽ ഗെറ്റ് ഫ്രം എവരിബഡി. സോ ആ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് മാത്രം നിങ്ങൾ ചേരുക. പിന്നെ നല്ല കോളേജിൽ ചെറിയ ബ്രാഞ്ച് കിട്ടിയാലും ദാറ്റ് വിൽ ബി ബെറ്റർ. കാരണം കോളേജ് ആ അറ്റ്മോസ്ഫിയർ ഒക്കെ മാറ്റേഴ്സ്. കാരണം നല്ല ക്യാമ്പസ് പ്ലേസ്മെന്റ്, നല്ല അലുമിനീസ് ഒക്കെ ഉള്ള കോളേജിൽ നമുക്ക് ധാരാളം നെറ്റ്വർക്കിംഗ് ചെയ്യാനായിട്ടുള്ള ആൾക്കാരെ കിട്ടും, നല്ല ഫ്രണ്ട്സിനെ കിട്ടും. എല്ലാ ഗ്രൂപ്പ് ആക്ടിവിറ്റീസും നമ്മൾ പോകണം. ബട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലിരിക്കണം. നമ്മൾ ഇച്ചിരി വീക്കാണെന്ന് നമുക്ക് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെം, അതായത് ഫസ്റ്റ് ഇയർ അതുപോലെ തന്നെ തേർഡ് സെം, ഈ സമയത്താണ് നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും സ്മൂത്ത് ആയിക്കോളും. പിന്നെ നമുക്ക് നമ്മുടെ തന്നെ നമ്മൾ ആ ഒരു നമ്മുടെ ബ്രാഞ്ചുമായിട്ട് നമ്മൾ അങ്ങ് അഡാപ്റ്റഡ് ആവും. നമുക്ക് പിന്നെ അത് ഇൻട്രസ്റ്റിംഗ് ആവും, ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷെ ഈ ഒരു സമയത്തെ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആണ് എല്ലാവരെയും ഒരുപാട് സപ്ലിയിലേക്ക് നയിക്കുന്നത്. പിന്നെ അത് എഴുതിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. സോ വെനെവർ യു ആർ സെലക്ടിങ്, ഏത് ബ്രാഞ്ച് വേണമെങ്കിലും എടുക്കാം, കുഴപ്പമില്ല. നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റാത്തതായിട്ടൊന്നും ഇതിനകത്തില്ല. ബട്ട് നിങ്ങളുടെ ഒരു ലെവൽ അനുസരിച്ച് നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക. ഇത് നിങ്ങളുടെ തന്നെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ കസിൻസോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ അറിയാവുന്നതൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ആസ്ക് ദം. നമ്മൾ തന്നെ ഇഫ് യു വാണ്ട്, നമ്മൾ തന്നെ അങ്ങനെ ഒരു ആൾക്കാരെ നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. എന്തുമാത്രം ഇപ്പം +1 അല്ലെങ്കിൽ മാത്സ് എന്തുമാത്രം കഠിനമാണ് ഓരോ ഇതിൽ വരുമ്പോഴും, അതായത് ഓരോ ബ്രാഞ്ചസിൽ വരുമ്പോഴും. ഓഫ് കോഴ്സ് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ അല്ല ട്രിപ്പിളി, എനിക്കൊന്ന് കൂടുതൽ ഇപ്പൊ എല്ലായിടത്തും ട്രിപ്പിളി ആണുള്ളത്. ട്രിപ്പിളി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പോയി എടുക്കും, ജോലി സാധ്യതയുണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് സ്റ്റിൽ ദ പ്രോബ്ലം ഈസ് ദാറ്റ് ഈ ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും എല്ലാം കൂടെ വന്നിട്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പാസ്സാവാൻ കുറച്ച് പാടാണ് പിള്ളേർക്ക്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് എടുക്കുന്നതിന് കുഴപ്പമില്ല, എടുക്കുമ്പോൾ യു ഹാവ് ടു ബി കെയർഫുൾ. ഇനിയിപ്പം തീരെ ഉഴപ്പന്മാർക്കൊക്കെ പറ്റിയ ബ്രാഞ്ചസ് ആണ് ഇതെന്നും പറഞ്ഞാൽ ഇത് പഠിക്കേണ്ടെന്നൊന്നുമല്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ലാസ്റ്റ് മൊമെന്റിലാണെങ്കിലും പഠിച്ചിട്ടാണെങ്കിലും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. കാരണം ഫിസിക്കലി നമുക്കെല്ലാം കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഇറ്റ്സ് വെരി സിമ്പിൾ. ജോലി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബട്ട് ഇറ്റ്സ് ഗവൺമെന്റ് ഫീൽഡിൽ ഞാനൊരു ഓൾറെഡി എൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ഗവൺമെന്റ് ഫീൽഡിൽ നമുക്ക് ഒരുപാട് ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈവൻ വെളിയിൽ പോയാലും ഗൾഫിൽ പോയാലും ഒക്കെ
ചാൻസ് ഒരുപാട് ഉള്ളതാണ്. ബട്ട് കുറേയേറെ ബുദ്ധിമുട്ട്, സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് വെയിൽ കൊള്ളേണ്ടി വരും, കുറച്ചൊക്കെ നമുക്ക് സൈറ്റിൽ പോകേണ്ടി വരും, റഫ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും, എപ്പോഴും എ സിയിൽ പോയി ഇരിക്കാനൊന്നും പറ്റില്ല. ആമ്പിള്ളേരാണെങ്കിൽ ഓഫ് കോഴ്സ് they'll get കഷണ്ടി കാര്യങ്ങളൊക്കെ ആദ്യമേ തന്നെ വരും, കറുത്തു പോകും പെൺപിള്ളേരാണെങ്കിലും. ബട്ട് നമുക്ക് ഓഫീസിൽ ഇരിക്കാൻ പറ്റുന്ന ജോലികൾ ഒരുപാടുണ്ട്. പക്ഷെ നമ്മളൊരു സൈറ്റിലൊക്കെ പോയി ഒന്ന് എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഓഫീസിൽ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പം സ്റ്റാർട്ടിങ് നമ്മുടെ സ്റ്റാർട്ടിങ് കരിയറിൽ യു ഹാവ് ടു ഗോ ടു സൈറ്റ്. അത് തന്നെയാണ്, കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ വേണ്ടി നമുക്ക് പോയേ പറ്റും. ഈവൻ ഇൻ മെക്കാനിക്കൽ ഓൾസോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. നമ്മൾ അങ്ങനെയുള്ള ഫർണസ്, അങ്ങനെയുള്ള കഠിനമായ ജോലികൾ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വരും. ബട്ട് ഫോർ ദീസ് തിങ്സ് ദർ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഇസ് വെരി എ സി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ബട്ട് പ്രഷർ ഈസ് ദെയർ ഓൾസോ. പ്രഷർ ഭയങ്കര കൂടുതലായിരിക്കും. ചിലപ്പോൾ നൈറ്റ് ജോബ് ആയിരിക്കും, ആസ് യു നിങ്ങൾ കാണാറുണ്ടല്ലോ. സോ എന്ത് ടൈപ്പ് ഓഫ് ജോലി ആണെങ്കിലും പഠിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ബി കെയർഫുൾ ഇൻ ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ, ഫസ്റ്റ് ഇയർ ആൻഡ് തേർഡ് സെം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് us. അതുപോലെ തന്നെ ഇഫ് യു വോണ്ട് യു ക്യാൻ ഷെയർ ദിസ് ടു അതേഴ്സ് ഓൾസോ. ഓക്കെ, പർട്ടിക്കുലർ ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ബ്രാഞ്ചിനെ കുറിച്ച് അറിയണമെങ്കിലോ നമ്മൾ അങ്ങനെയുള്ള പഠിച്ച ആൾക്കാരെ കൊണ്ടുവരണമെങ്കിലോ യു ക്യാൻ കമന്റ് ഇൻ ദ കമന്റ് സെക്ഷൻ. ഓക്കെ.